6.5 വർഷമായി കോന്നി നിയോജക മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസനം കാഴ്ചവെച്ച അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമ്പോൾ മലയോര നാട്ടിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. മലയോരത്തിലെ ഓരോ കോണിലും പ്രചാരണ ബാനറുകളും പോസ്റ്ററുകളും കാണാം. 100% വലിയ പ്രതീക്ഷയുണ്ടെന്നും അടൂർ പ്രകാശ് തനിക്കൊരു വെല്ലുവിളിയല്ലെന്നും ജനീഷ് കുമാർ പറഞ്ഞു. സമസ്ത മേഖലകളിലും ഊന്നൽ നൽകിയ വികസന പ്രവർത്തനങ്ങളാണ് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ കോന്നിയിൽ MLA ആയതിനു ശേഷം കാഴ്ചവെച്ചത്. കോന്നി മെഡിക്കൽ കോളേജ് ആയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. അടൂർ പ്രകാശ് MLA ആയിരുന്നപ്പോൾ നിർമ്മാണം മുടങ്ങിയിരുന്ന കോന്നി മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തിയാക്കി ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ മുഖമുദ്രയാക്കി മാറ്റുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആവണിപ്പാറയിൽ വൈദ്യുതി എത്തിച്ചതായിരുന്നു മറ്റൊരു പ്രധാന നാഴികക്കല്ല്. കിഫ്ബി പദ്ധതിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ജനീഷ് കുമാർ നടപ്പാക്കിയത്. പ്രതിപക്ഷത്തിന്റെ പോലും വായടപ്പിക്കുന്ന വിധത്തിൽ ആയിരുന്നു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനീഷ് കുമാർ നേതൃത്വം നൽകിയത്. ആവണിപ്പാറ പാലം എന്ന സ്വപ്നവും ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലകളിലും വലിയ കുതിച്ചുചാട്ടമുണ്ടായി. സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റമാണ് നടന്നത്. കോന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയാണ് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ ഇത്തവണയും ജനവിധി തേടുന്നത്. 1983 ഏപ്രിൽ 10 പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട്ടിൽ P ഉത്തമന്റെയും KK വിജയമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. KU ജനീഷ് കുമാർ SFIയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച ജനീഷ് കുമാർ BA LLB ബിരുദധാരിയും അഭിഭാഷകനുമാണ്. ഭാര്യ അനുമോൾ സീതത്തോട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ്. നൃപ്പൻ K ജിനീഷ്, ആസിഫ അനു ജിനീഷ് എന്നിവരാണ് മക്കൾ. കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ 6.5 വർഷമായി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ്. കോന്നിയിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ഈ നാടിൻ്റെ മുഖം മാറ്റുന്ന ഡെവലപ്മെൻറ്റിനാണ് കഴിഞ്ഞ 6.5 വർഷം കോന്നി സാക്ഷ്യം വഹിച്ചത്. അത് ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും. ഇപ്പോൾ കോന്നിയുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന മലയോര ഹൈവേ, ആ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. UDF ഉപേക്ഷിച്ച ഒരു പദ്ധതിയായിരുന്നു മലയോര ഹൈവേ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോന്നി മെഡിക്കൽ കോളേജ് UDF 2014 ഉപേക്ഷിച്ചതാണ്. ആ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനെല്ലാം ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഈ പ്രധാന വികസന പദ്ധതികൾ മാത്രമല്ല, മണ്ഡലത്തിൻ്റെ ഓരോ കേന്ദ്രത്തിലെത്തുമ്പോഴും അവിടെയെല്ലാം വലിയ നിലയിലുള്ള വികസന രംഗത്തെ മുന്നോട്ട് പോക്കാണ്, കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. റോഡുകളെല്ലാം സ്മാർട്ട് റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം വലിയ നിലയിലുള്ള മാറ്റമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അച്ചൻകോവിൽ ഉൾപ്പെടെയുള്ള നദികൾക്ക് കുറുകെ നിരവധി പാലങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി. ദീർഘകാലമായി കോന്നിക്കാരുടെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കിയ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കോന്നിയിലെ ജനങ്ങൾ ശരിക്കൊപ്പം നിൽക്കും, വികസന പദ്ധതികൾക്കൊപ്പം നിൽക്കും. ഈ വികസന പദ്ധതികൾ തുടരണമെന്ന് കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ വിജയിക്കും. ന്യൂസ് ബ്യൂറോ, കോന്നി.